കാണുന്നത്. അവിടെ ഇങ്ങോട്ട് വരി അങ്ങനെ ഞങ്ങൾ കുറച്ച് ജനങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് MLA MP ഒക്കെ അറിയട്ടെ. ചാലില്ല തന്നെ മഴക്കാലായാലും വേനൽക്കാലായാലും റോട്ടിലാണ് വെള്ളം. നാറിയിട്ടോ ഇടിച്ചുവെള്ളം നാറിയിട്ടോ സഹിക്കാൻ വയ്യാത്ത. പാലക്കാട് നഗരസഭയിലെ 30-ാം വാർഡിൽപ്പെട്ട ചടനാംകുരിശി യത്തീംഖാനയ്ക്ക് സമീപമാണ് സംഭവം. രാഷ്ട്രീയ പിടിപാടുള്ള ഒരു വ്യക്തിയാണ് ഇതിനു പിന്നിലെന്നാണ് ആരോപണം. ഇയാളുടെ വീട്ടിലെയും ഇയാൾ വാടകയ്ക്ക് നൽകിയ വീടുകളിലെയും മാലിന്യങ്ങളാണ് സമീപത്തെ തോടിലേക്ക് ഒഴുക്കിവിടുന്നത്. വെളിയിലാണ് ഇറക്കി വിടുന്നത്. അത് ഞങ്ങൾക്ക് നിർത്തി തരണം. ഫസ്റ്റ് അത് നിർത്തി തരണം. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആകെ പോകുമ്പോഴും മക്കളും കുട്ടികളും ആ വെള്ളം ചോറ്റ് പറ്റും, മൂത്രത്തിന്റെയും എല്ലാതും ആ ചാലിക്ക് ഒഴുക്കിവിടെ എത്ര വലിയ കുഴല് വെച്ച് അവരൊക്കെ ഒഴുക്കുകയാണ്. അതൊക്കെ കുട്ടികൾ മദ്രസയ്ക്ക് പോകുന്നവരുണ്ട്, വലിയവരുണ്ട്, അസുഖമുള്ളവരുണ്ട്, എല്ലാവരും ആ വള്ളം ചവിട്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത്. അതിനൊക്കെ ഒരു പോകുമ്പോഴും നമുക്ക് എന്തായാലും കാണിക്കണം. തോടിന്റെ ഒരു വശം ഉയർന്ന ഭാഗമായതിനാൽ ജലം ഒഴുകിപ്പോകാതെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഈ ദുരവസ്ഥ പതിവായതിനാൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എല്ലാരും ഉപയോഗിക്കുന്ന മഴവെള്ളം മാത്രമല്ല, വൃത്തികെട്ട കുറെ വർഷമായി 17 വർഷമായി ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ആരുടെ അടുത്താ പോയി പറയാ? ഞങ്ങൾ എത്ര പ്രതികരിച്ചാലും ആരും ഒന്നും പറയണില്ല, മിണ്ടണമില്ല, ഒന്നുമില്ല. എത്ര കൊടുത്താലും ഞങ്ങൾക്ക് ഒന്നും ഒരു പ്രതികരണം കണ്ടാലേ അറിയാലോ കുണ്ടും കുണ്ടും കുഴിയാണ്. അവിടെയൊക്കെ വലിയ വലിയ അവിടെ ആ ഭാഗം വന്ന് നോക്കി നിറയെ വീടുകളുണ്ട്. വോട്ട് കഴിക്കാൻ മാത്രം ആൾക്കാർ വരും. അതിപ്പോ ആരാണെങ്കിലും ശരി. ഇയാൾ റോഡ് കയ്യേറി വീടിന്റെ സിറ്റ് ഔട്ട് നിർമ്മിച്ചതായും ജനങ്ങൾ പരാതിപ്പെടുന്നുണ്ട്. പാലക്കാട് നഗരസഭയിലെ ഏറ്റവും വലിയ വാർഡുകളിൽ ഒന്നാണ് 30-ാം വാർഡ്. വികസനം തീരെ നടക്കാത്ത പ്രദേശം കൂടിയാണ് ഇവിടം. ഇതിനുള്ള പോംവഴി ഞങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റി വന്ന് നിരാഹാരം ഇരിക്കും. ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവിടെ വന്ന് ഞങ്ങൾ നിരാഹാരം ഇരിക്കും. അത്രയും എന്താ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റി തരണം. അത്രേ നമുക്ക് പറയാനുള്ളൂ.